അനിശ്ചിതത്വം നീങ്ങുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് നാളെ ആര് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്നതാണ്. എന്തായാലും ഈ 10 ദിവസവും തുടരുന്ന ചർച്ചകൾ, ഇന്ന് മുഴുവനായി നടന്ന മാരത്തൺ ചർച്ചകൾ, ഇതിലൊന്നും ഒരു തീരുമാനമായില്ല. വൈകിട്ട് 5:30 നടന്ന ഖർഗെ രാഹുൽ ഗാന്ധി ചർച്ചയിലായിരുന്നു ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷവും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും 6 മണിയോടുകൂടി 7 മണിയോടുകൂടിയൊക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതിയെങ്കിൽ കൂടിയും പ്രഖ്യാപനം ഉണ്ടായില്ല. എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഇന്നിപ്പോൾ ഉറപ്പായും ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ഒരു ദിവസം കൂടി ഈ ഒരു അനിശ്ചിതത്വം നീണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെയാണ് കരുതിയത്. പക്ഷേ ഒരു ദിവസം കൂടി, ഒരു രാത്രി കൂടി നീളുകയാണ്. നാളെ ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗം വിളിച്ച് പ്രഖ്യാപിക്കാനാണോ നീക്കം? സ്വപ്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വക്താവും ഒപ്പം മീഡിയ ചുമതലയുള്ള ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി അവശേഷിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി? എവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനം? അതായത് ഡൽഹിയിൽ വെച്ച് AICCയുടെ ഭാഗത്തുനിന്നൊരു വാർത്താക്കുറിപ്പിലൂടെയോ പ്രഖ്യാപനമോ ഉണ്ടാകുമോ? അതല്ല കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ആ കക്ഷി യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തതായുള്ള പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകുക എന്നാണ് കാത്തിരിക്കുന്നത്. ഒപ്പം ഒരുപോലെ പ്രതീക്ഷയിലാണ് ഇപ്പോഴും VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉള്ളത്. സമവായ ചർച്ചകൾ നിരവധി തവണ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആദ്യം 3 നേതാക്കളെയും ഡൽഹിയിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജ്ജുന ഖാർഗെയും ദീപാദാസ് മുൻഷിയും കേന്ദ്ര നിരീക്ഷകരും ചർച്ച നടത്തി. അതിനുശേഷവും തീരുമാനത്തിലെത്താൻ സാധിക്കാതെ വന്നതോടുകൂടി കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരെയും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഒപ്പം അച്ചടക്ക സമിതിയുടെ ചെയർമാനും ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് ഓരോ നേതാക്കളോടും സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം നേതാക്കളും KC വേണുഗോപാലിന് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ K മുരളീധരനും ഒപ്പം VM സുധീരനുമാണ് കേരളത്തിൽ വ്യത്യസ്തമായ സാഹചര്യമുണ്ടെന്നും മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF-നുള്ളിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം തന്നെ VD സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ കടുത്ത അതൃപ്തി ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ധാരണ രാഹുൽ ഗാന്ധിയെ K മുരളീധരനും VM സുധീരനും ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കുകയാണെങ്കിൽ കൃത്യമായി ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ ഹൈക്കമാൻഡിന് മുൻപിലേക്ക് KC വേണുഗോപാൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിച്ചാൽ മാത്രമായിരിക്കും KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും പകരം VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോഴും അധികാരത്തിനു വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി KC വേണുഗോപാലും VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ്. മത്സരം തുടരുകയാണ്. അതുകൊണ്ട് സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നു. പക്ഷേ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നതിൽ വ്യക്തമായ ധാരണയുണ്ടായി. ഇന്ന് വൈകിട്ട് 5:30 മുതൽ ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച, 45 മിനിറ്റിലധികം നീണ്ടുനിന്ന ചർച്ചയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിൽ നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഘടകകക്ഷികളുമായി രാഹുൽ ഗാന്ധി നേരിട്ട് ടെലിഫോൺ വഴി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ അഭിപ്രായം പരിശോധിച്ചു. അത്തരത്തിൽ ഹൈക്കമാൻഡ് തലത്തിൽ ഡൽഹിയിൽ നിർണായകമായ മാരത്തോൺ ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാൻ സാധിക്കും. സസ്പെൻസ് നിലനിൽക്കുന്നു. ആരാകും മുഖ്യമന്ത്രി, എങ്ങനെയാകും പ്രഖ്യാപനം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വപ്ന.